ആന ഇന്നലെ ഇറങ്ങിയാണ് ഈ ഭാഗത്ത് ഉണ്ടോ, ഇവിടെ എല്ലാം ചവിട്ടി മതിച്ചിട്ടുണ്ട്. ഹായ് സുഹൃത്തുക്കളെ, നിസാമാണ് യാത്രാ വണ്ടിയിൽ നിന്നും. നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ കോന്നി അടവിയിലാണുള്ളത്. അടവിയിലെ പ്രത്യേകത അറിയാമല്ലോ, കേരളത്തിൽ ആദ്യമായിട്ട് കൊട്ടവഞ്ചി സവാരി ആരംഭിച്ചത് അടവിയിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും കൊട്ടവഞ്ചി സവാരിയാണ്, അതുപോലെ ബാംബു ഹട്ടുണ്ട്, മറ്റ് പ്രോഗ്രാമുകൾ എന്താണെന്നുള്ള ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. കൊട്ടവഞ്ചി സവാരിയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ അടുത്തായിട്ട് കോന്നി എക്കോ ടൂറിസമുണ്ട്, എലിഫൻറ്റ് ക്യാമ്പ് അവിടെ പ്രവർത്തിക്കുന്നു, ട്രീ ടോപ്പ് ബാംബു ഹട്ട്, പിന്നെ കോന്നി അടവി ഗവി ടൂർ പാക്കേജ് ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വന്നാൽ ഈ പ്രോഗ്രാമുകളെല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാം. കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ഇവിടെ അപ്പുറത്ത് ടിക്കറ്റ് കൗണ്ടറുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്ത് കൊട്ടവഞ്ചി സവാരിയിലൊക്കെ ഒന്ന് കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. ഓക്കെ, ബോ. കിടങ്ങ്, ഇവിടെ ഒരു കിടങ്ങ് ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. മൃഗങ്ങളുടെ ശല്യം ഉണ്ടാവാതിരിക്കാനാണോ? അടവി ബൗൾ ബോട്ട് സെൻറ്റർ താഴോട്ട് പോകുന്ന വഴിക്കാണ്. ഇവിടാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. എത്ര രൂപയാണ് ടിക്കറ്റ്? 600 രൂപ. എത്ര പേര് വരെയാണ്? ഒരു ഹോട്ടലിൽ 4 പേര് 600 രൂപ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ടിക്കറ്റ് എടുത്തോ. ഗൂഗിൾ പേയോ? ഓക്കെ, ചെയ്യാമല്ലോ. Rupee has been credited to your South Indian Bank account. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി താഴോട്ട് പോകണം. അവിടെ കൊട്ടവഞ്ചിയിൽ കയറി ഒന്ന് കറങ്ങി അടിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുവരാം. നമുക്ക് നമ്മൾ വന്നിട്ടുള്ളതാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ ഈ പൈസ ഓൺലൈനിൽ മാത്രമേ സ്വീകരിക്കൂ അല്ലേ? ഇവിടെ ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ബാംബു ഫോറസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. അവിടെ ഇരുന്നോ. ബാംബു ഫോറസ്റ്റ്, പഴയൊരു കൊട്ടവഞ്ചി ഇവിടെ കമഴ്ത്തി വെച്ചൊരു ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കല്ലാറിലാണ് ഈ കൊട്ടവഞ്ചി സവാരി നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ വെള്ളം കുറവാണ്. കൊട്ടവഞ്ചി സവാരി നടക്കുന്ന ഭാഗത്ത് വെള്ളം തടഞ്ഞു നിർത്തി അവിടെ സവാരി നടത്തുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്തോട്ട് പോകാം. കൊട്ടവഞ്ചി സവാരിക്ക് ഫേമസ് ആയ സ്ഥലം എന്ന് പറയുന്നത് ഹൊഗ്ഗനക്കലാണ്. തമിഴ്നാട് കർണാടക ബോർഡറിലുള്ള ഹൊഗ്ഗനക്കലാണ് ഈ കൊട്ടവഞ്ചി സവാരിക്ക് ഫേമസ് ആയ സ്ഥലം. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാർ വന്ന് ട്രെയിൻ ചെയ്തിട്ടാണ് ഇവിടെ ഈ കൊട്ടവഞ്ചി തുഴയുന്നവരെ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കൊട്ടവഞ്ചി എല്ലാം ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കൊട്ടവഞ്ചികൾ.
ഇവിടെ ഒരു എക്കോ ഷോപ്പും അതുപോലെ ഒരു ക്യാൻറ്റീനും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഫോറസ്റ്റിൽ നിന്നുള്ള വിഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ചായ, കടി അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ കിട്ടുന്ന. പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഈ കൊട്ടവഞ്ചി സവാരിയൊക്കെ ഉള്ളിടത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ ഈ ഹൊഗനക്കലെ മാതിരി ഉള്ള കൊട്ടകളാണ് ഇവിടെ ഉള്ളത്. അവിടെ നിന്ന് കൊണ്ടുവന്ന കൊട്ടകളാണ് കൂടുതലായിട്ടും ഇവിടെ ഉപയോഗിക്കുന്നത്. മുള കൊണ്ട് നിർമ്മിച്ച കൊട്ടകളാണ്. മുളയും ടാറും ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള കൊട്ടകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതാണ് അടവിയിലെ പ്രത്യേകത. ഇങ്ങനെ നമ്മൾ കൊട്ടവഞ്ചി സവാരി നടക്കുന്ന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പോകുന്ന വഴികളിലൊക്കെ നമുക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല, അപ്പോൾ ഇവിടെ നിന്നാണ് കൊട്ടവഞ്ചി സവാരി ആരംഭിക്കുന്നത്. ലൈഫ് ജാക്കറ്റുകളൊക്കെ തന്നിട്ട് അതൊക്കെ ധരിച്ചു വേണം നമുക്ക് ഈ കൊട്ടവഞ്ചി സവാരിയിലേക്ക് കയറാൻ. കൊട്ടവഞ്ചികളെല്ലാം റെഡിയായി കിടക്കുന്നു. 4 പേർക്കാണ് നമുക്ക് ഇതിൽ കയറി പോകാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ച് റെഡി ആവുകയാണ്. നമ്മുടെ ടീമിലുള്ളവരാണ് ഈ 3 പേര്. അനീസ് സാറുണ്ട്, വൈഫുണ്ട്, പിന്നെ എൻ്റെ വൈഫുണ്ട്. മോള് കയറിക്കോളൂ. സൈറയാണ് പുറകിൽ വരുന്നത്. എല്ലാവരും ചെരുപ്പൊക്കെ ഇവിടെ ഊരി ഇട്ടിട്ട് വേണം പോകാൻ. നമ്മുടെ വഞ്ചിയിലോട്ട് കയറാൻ ചെരുപ്പ് ഊരി ഇട്ടിട്ട് കയറുക. കയറിക്കോ. വീഴുവാണെങ്കിലും വെള്ളത്തിലോട്ടേ വീഴത്തുള്ളൂ. അവിടെ ഇരിക്കേ. ഇത് മുട്ട് വരെ ഉണ്ടോ? അടുത്തത് ഞാനങ്ങ് കയറാം. കറക്കൊന്നും ചെയ്യല്ലേ? കറക്കും. ഉണ്ടോ? നീങ്ങണോ പുറകോട്ട്? നമ്മൾ അവിടെ നിന്നാണ് കൊട്ടവഞ്ചി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കല്ലാറിലൂടെയാണ് നമ്മുടെ കൊട്ടവഞ്ചി സവാരി ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് ആ ഭാഗത്ത് കുരങ്ങുകളൊക്കെ ഇരിപ്പുണ്ട്. മരത്തിൽ കുരങ്ങ് ഇരിപ്പുണ്ട്. നീർക്കാക്ക ഇവർക്കൊന്നും ഒരു പേടിയില്ല. ഇവർ നമ്മളൊക്കെ സ്ഥിരം കാണുന്നതുകൊണ്ടായിരിക്കും അല്ലേ? ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് സത്യവ്രതൻ. സത്യവ്രതൻ. എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട്? 9 വർഷമായി. ഇവിടെ തുടങ്ങിയപ്പോൾ പോലുണ്ട്. 2 വർഷം കഴിഞ്ഞു. തുടങ്ങി 2 വർഷം കഴിഞ്ഞപ്പം
ചേട്ടൻ ഇവിടെ കൂടിയ ഈ കല്ലാർ പോയി അച്ചൻകോവിലാണോ ചേരുന്നത്? പമ്പയിൽ. പമ്പ നദിയിലാണ് കല്ലാർ പോയി ചേരുന്നത്. ആനയൊക്കെ ഉള്ള കാടാണോ ഇത്? ആനയുണ്ട്. ഇതിൻ്റെ സൈഡിൽ വരുമോ ഈ ആറിൻ്റെ? രണ്ട് സൈഡിലും വരും. ഇവിടെ എത്ര മണി തൊട്ട് എത്ര മണി വരെ സമയം? 8 തൊട്ട് 5:30 വരെ. 8:30 തൊട്ട് 5:30 വരെ. അപ്പോൾ നിങ്ങൾ അടവിയിൽ ഒട്ടവഞ്ചി സവാരി ആസ്വദിക്കാൻ വരുന്നവർ രാവിലെ 8:30 മുതൽ 5:30 വരെയാണ് ഇവിടുത്തെ സമയം. അതിനുള്ളിൽ വരിക. രാവിലെയും വൈകുന്നേരങ്ങളിലും ആയിരിക്കും അടിപൊളി അല്ലേ? ഇവിടെ ഒരു നീർക്കാക്ക ചിറക് ഉണക്കുന്നുണ്ട്. ഈ കല്ലാറിൻ്റെ 2 സൈഡും കാടാണ്. ആനയും കടുവയൊക്കെ ഉള്ള കാടുകളാണ്. വെള്ളത്തിലോട്ട് ആന വരത്തില്ല. ഇതിലേക്കൂട്ട് ഇറങ്ങി ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകത്തതേ ഉള്ളൂ അല്ലേ ചേട്ടാ? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വെള്ളം ഇല്ലാത്തതുകൊണ്ട് ആനയ്ക്ക് എന്താ വെള്ളം പേടിയാണോ? നിരവധി സിനിമകളൊക്കെ എടുത്തിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഇവിടെ. അപ്പോൾ കോന്നി ഫോറസ്റ്റ് റേഞ്ചിൻ്റെ കീഴിലുള്ള ഒരു എക്കോ ടൂറിസം പദ്ധതിയാണ് ഈ അടവി എക്കോ ടൂറിസം പദ്ധതി. ഇവിടെ കുട്ടവഞ്ചി സവാരി കൂടാതെ ബാംബു ട്രീ ഹഡ് ഉണ്ട് അല്ലേ? 3 5 ഉണ്ട്. 5 ട്രീ ഹട്ടുണ്ട്. അതിന് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വരാൻ. അതുപോലെ ഗവി പാക്കേജ് ഉണ്ടല്ലേ? ഈ ഭാഗത്തൂടെ ആന ഇറങ്ങി വരുന്ന ഭാഗമാണ് ഇത്. കണ്ട അവിടെ എല്ലാം ആനയുടെ കാൽപ്പാടുകളൊക്കെ കാണാൻ പറ്റും. സഞ്ചിയിൽ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. എല്ലാം ആനത്താരയാണ്. ആനത്താര ഇതിലെ വന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകും. ആന ഇന്നലെ ഇറങ്ങിയാണ് ഈ ഭാഗത്ത്. ഉണ്ടോ? ഇവിടെ എല്ലാം ചവിട്ടി മതിച്ചിട്ടുണ്ട്. കറുത്ത് കാണുന്നിടം ആഴമുള്ളതാ അല്ലേ? 600 രൂപയുടെ കുട്ടവഞ്ചി ഇവിടം വരെ വരത്തുള്ളൂ. പിന്നെ ഇതിൽ റേറ്റ് കൂടിയ ഒരു സാധനം ഇല്ല ഇവിടെ. അതിപ്പോൾ ഇല്ലയോ? നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴില്ല. ലോങ് എന്ന് പറഞ്ഞ റൈഡ് ഉണ്ടായിരുന്നു. താഴോട്ട് പോകും. ഇവിടെ നിന്നോട്ടല്ല. ഇപ്പൊ വെള്ളമില്ല. അതുകൊണ്ട് വെള്ളം ഇല്ലാത്തോണ്ടല്ല ഇപ്പൊ നിർത്തിയേക്കുക അല്ലേ? അത്രയുള്ള കറക്കം.
അങ്ങനെ അവിടെ നിന്ന് നിരനിരയായിട്ട് കുറേ കൊട്ടവഞ്ചികൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി വന്നിട്ടുണ്ട്. ഒരു കൂട്ടം കൊട്ടവഞ്ചികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബസ്സിൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, അവരാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സവാരി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു സവാരി? സവാരി ഗിരിഗിരി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, അടിപൊളി. കറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. തലക്കറങ്ങിയോ? ഇവിടെ തല ഉള്ളവർക്ക് തല കറങ്ങും. ഇവിടെ നിർത്തിയാൽ ഇവരെല്ലാം വെള്ളത്തിൽ പോയി പോട്ടെ. നമുക്കിനി എവിടെ ആ തടയണ കെട്ടിയേക്കുന്നതിൻ്റെ താഴോട്ടൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ധാരാളം ആൾക്കാർ ഇവിടെ വന്നതിന് ശേഷം ആ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട്. ഈ കൊട്ടവഞ്ചി സവാരിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയതിന് ശേഷം ആ ഭാഗത്തൊക്കെ പോയി വെള്ളത്തിലൊക്കെ ഇറങ്ങി കാലൊക്കെ ഒന്ന് നനച്ച് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. പിടിച്ചോ. പതിയെ എഴുന്നേക്കട്ടെ. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരൊക്കെ അവിടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികളും മറ്റ് സഞ്ചാരികളൊക്കെ അവിടെ സൈഡിലൊക്കെ നിൽക്കുന്നു. നല്ല തെളിഞ്ഞ വെള്ളമാണ് അവിടെ. ഈ ഭാഗത്തൊരു ചെറിയ തടയണ നിർമ്മിച്ചിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എന്നിട്ടാണ് ഇവിടെ കൊട്ടവഞ്ചി സവാരി നടത്തുന്നത്. അതിന് ഉള്ള വെള്ളത്തിന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം പൊട്ടി കുറച്ച് വെള്ളം ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഈ മരത്തിൽ നിന്നാണെങ്കിൽ ഈ കുരങ്ങുകൾ വെള്ളത്തിലോട്ട് ചാടുക, അവരങ്ങനെ കളിച്ചുല്ലസിച്ച് രസിച്ച് നടക്കുക. ഇവരിതുവരെ ഈ വെള്ളത്തിൽ നിന്ന് കയറിയിട്ടില്ല, അവർ അങ്ങ് ആസ്വദിച്ച് നിൽക്കുക. നല്ല തെളിഞ്ഞ വെള്ളം, നല്ല തണുപ്പുള്ള വെള്ളം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കണ്ട. അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ മനോഹരമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കേ, ബൈ.